ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു റേസ് മുഹമ്മദ്. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ഒരു ഡെലിവറി വീഡിയോ ആണ് ഞാനൊന്ന് ചെയ്യാൻ പോകുന്നത്. പക്ഷേ ഇന്നത്തെ വീഡിയോക്ക് ഒരു പ്രത്യേകത ഉണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലത്തെ ഹോം ഡെലിവറി വീഡിയോ അല്ല. നമ്മൾ സാധാരണ വണ്ടി ഇവിടുന്ന് കൊണ്ടുപോയിട്ട് കസ്റ്റമർ വീട്ടിൽ എത്തിച്ചു കൊടുക്കായിരുന്നു പതിവ്. പക്ഷേ ഇന്ന് നമ്മൾ കോട്ടയത്തേക്കാണ് നമ്മൾ വണ്ടി കൊടുക്കുന്നത്. പക്ഷേ അവിടുന്ന് കസ്റ്റമർ ഇവിടെ വന്നിട്ട് നമ്മളെ ഷോറൂമിൽ വന്നിട്ട് ഡെലിവറി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ആയിരിക്കും ഈ വീഡിയോയിൽ ഉണ്ടായിരിക്കാം. പിന്നെ ഈ ഒരു കസ്റ്റമറെ കുറിച്ച് പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾ നമ്മളെ യൂട്യൂബിലുള്ള വീഡിയോസൊക്കെ സ്ഥിരമായിട്ട് കാണുന്ന ഒരാളാട്ടോ. അപ്പോൾ ആ ഒരു ബന്ധത്തിൻ്റെ പുറത്താട്ടോ നമ്മളെ കയ്യിൽ നിന്ന് ആൾ വണ്ടി എടുത്തുള്ളത്. ആൾ ഹോം ഡെലിവറി ആയിരുന്നു ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ പിന്നെ അവർക്ക് ഒരു രസമായിട്ട് ഇവിടെ വന്നിട്ട് എടുക്കാം, ഡയറക്റ്റ് നമ്മളൊക്കെ നേരിട്ട് ഇവിടെ വന്നിട്ട് നമ്മൾ ഷോറൂമൊക്കെ ഒന്ന് കാണാലോ എന്നൊക്കെ പറഞ്ഞിട്ട് ആൾ ഡയറക്റ്റ് ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു. ഒരു അരമണിക്കൂർ കൊണ്ട് ആൾ ഇവിടെ ഷോറൂമിൽ എത്തും. അപ്പോൾ ആൾ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു കിടിലൻ ഡെലിവറി എക്സ്പീരിയൻസ് എന്തായാലും കൊടുക്കണം. അപ്പോൾ നമ്മൾ വണ്ടി വാഷൊക്കെ ചെയ്ത് ഓൾറെഡി സെറ്റായിട്ട് മൂടി വെച്ചിട്ടുണ്ട്. അപ്പുറത്ത് വണ്ടിയുണ്ട് കേട്ടോ. അപ്പോൾ ആളെത്തിയതിനു ശേഷം നമുക്ക് ബാക്കി കാണാം. ഹായ് സാർ. സാറ് നമ്മളെ ഗോപു സാറാണ്. ആൾ കോട്ടയത്ത് നിന്ന് ഇപ്പോൾ ഡെലിവറി എടുക്കാൻ വേണ്ടിയിട്ട് അത്രയും ദൂരം ഓടി ഇവിടെ വന്നിട്ടുള്ളതാണ്. സാർ എപ്പോഴാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്? ഞങ്ങൾ ഏർലി മോർണിംഗ് 6 o'clock ഇറങ്ങി. അതെ, ഫൈൻ ഡ്രൈവിംഗ് ആയിരുന്നു. ഓക്കെ. അങ്ങനെ അതെ, വൈഫും വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 700X5 അല്ലേ? അതെ, ഡെലിവറി എടുക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ അൺവീൽ ചെയ്താണ്. ഓക്കെ. അങ്ങനെ അൺവീലിങ്ങും കീ ഹാൻഡ് ഓവറിങ്ങും ഒക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മളെ ജസീംക്ക് ഓരോ ഫീച്ചേഴ്സൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ കാര്യങ്ങൾ ഓരോന്ന് നമ്മളെ ബാക്കിലെ ടൂൾ കിറ്റും കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുത്തുകൊണ്ടിരിക്കുക കേട്ടോ. പിന്നെ നമ്മൾ അലക്സൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ബാക്കി ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ അടുത്ത പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരെ വണ്ടി ഇറക്കാൻ പോവുകയാണ്. അതിനു മുമ്പായിട്ട് നമുക്ക് ജസ്റ്റ് അവരുടെ ആ ഒരു ഡെലിവറി ഫീഡ്ബാക്ക് ജസ്റ്റ് ഒന്ന് ചോദിച്ചു നോക്കാം. അതേപോലെ അവർ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ ഒരു ഫോളോവറാണ്. നമ്മളെ വീഡിയോസ് സ്ഥിരമായിട്ട് കണ്ടിട്ട് നമ്മളെ യൂട്യൂബിൽ എല്ലാ വീഡിയോസും കണ്ടു. അങ്ങനെ ആ ഒരു പരിചയത്തിൻ്റെ പുറത്താണ് നമ്മളടുത്തിപ്പോൾ വണ്ടി എടുക്കുന്നത്. അപ്പോൾ കോട്ടയത്ത് നിന്ന് ഇതുവരെ വന്നിട്ട് അവർ വണ്ടി ഇവിടുന്ന് എടുത്ത് ഓടിച്ചുകൊണ്ട് പോവാണ്. അപ്പോൾ അതിൻ്റെ ആ ഒരു എക്സ്പീരിയൻസ് നമ്മൾ ആദ്യമായിട്ട് നമ്മൾ അടുത്ത് വന്നതിൻ്റെ ഒക്കെ ഒരു കാര്യങ്ങൾ നമുക്കൊന്ന് ചോദിച്ചു നോക്കാം കേട്ടോ. സാറ് കോട്ടയത്തുള്ള സാറ് ഇപ്പോൾ മലപ്പുറത്ത് വന്നെടുക്കാൻ എങ്ങനെയാണ് അതിൻ്റെ മെയിൻ റീസൺ എങ്ങനെയാണ്? മെയിൻ റീസൺ തന്നെ ഡെലിവറി ടൈമാണ്. കാരണം വേറെ ഒന്നുമല്ല, കോട്ടയത്ത് ഓൾറെഡി ഞാൻ ഓപ്പറേഷൻ സ്പെല്ലിൻ്റെ അടുത്ത് ബുക്ക് ചെയ്തായിരുന്നു. പക്ഷേ ഒരു എന്താ പറയുക, ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ടൈം ഡിലേ ഭയങ്കരമായിട്ട് കൂടി. കിട്ടേണ്ട സമയം കഴിഞ്ഞിട്ടും കിട്ടിയിട്ടില്ല. പക്ഷേ അപ്പോഴാണ് നിങ്ങളെക്കുറിച്ച് അറിയുന്നതായിരുന്നു എൻ്റെ ഒരു ഫ്രണ്ട് വഴി. വിതിൻ 10 days എനിക്ക് വണ്ടി കിട്ടും. നമ്മളെ ഡെലിവറി എക്സ്പീരിയൻസ് ഒക്കെ എല്ലാം ഹാപ്പി അല്ലേ? ഒരു 100%. നമ്മൾ പറഞ്ഞ ഒരു 1 week കൊണ്ടാണ് മാക്സിമം നമ്മൾ ഡെലിവറി എല്ലാം തന്നെ ആ ഒരു പ്രോമിസ് കീപ്പ് ചെയ്തു ശരിക്കും. ഞങ്ങൾ സാധാരണ ലോങ് ഡെലിവറി ഉണ്ടാകുമ്പോൾ ഹോം ഡെലിവറി ചെയ്യല്. സാറിന് ഇവിടെ വന്ന് എടുക്കാൻ ആഗ്രഹം എന്ന് പറഞ്ഞപ്പോൾ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ നേരിട്ടാണ്. അപ്പോൾ മീൻസ് ഹോം ഡെലിവറിയാണ് ഞങ്ങൾക്ക് സൗകര്യമായിരുന്നു. എന്നിട്ട് ഞങ്ങൾ വന്നെന്ന് പറഞ്ഞാൽ നിങ്ങളെ ഒന്ന് പരിചയപ്പെടാം. ഇത്രയും സ്പാൻ ഓഫ് ടൈമിൽ ഞങ്ങൾക്ക് ഡെലിവറി ചെയ്തു വണ്ടി. അപ്പോൾ നേരിട്ട് വന്ന് എടുക്കുന്നതാണ് അതിൻ്റെ ഒരു ഇത്. ഓക്കെ, താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, അപ്പോൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. വണ്ടി ഇറക്കാൻ വേണ്ടി പോകാം കേട്ടോ.